താങ്കളുടെ കണ്ണ് പറഞ്ഞു. രവി ഇത്ര സാധുവായി പോലെ രവി. ഞാൻ ബേസിക്കലി ഐ എം എ വെരി സെന്റിമെന്റൽ ഗായ്. എന്റെ സിനിമയ്ക്കകത്തുള്ള സെന്റിമെന്റ്സ് പറഞ്ഞപ്പോൾ അതെ, ബിക്കോസ് ഹീസ് മൈ ഗുരു. ഞാൻ അദ്ദേഹത്തിനുള്ള പ്രിയന് 2 വട്ടം കണ്ണ് നിറഞ്ഞു പോയി. യെസ്, കാരണം എന്താ വെച്ചാൽ 1 വട്ടം കണ്ണ് നിറഞ്ഞു പോയി. അതെന്താണെന്ന് വെച്ചാൽ പ്രിയട്ടൻ പറഞ്ഞില്ല 2 വട്ടത്തിന്റെ 2ാമത്തെ പ്രാവശ്യം എന്നുള്ളത് പ്രിയട്ടൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ടിഷ്യൂ പേപ്പർ വേണോ? ഒന്നും വേണ്ട, അതെല്ലാം അങ്ങ് പൊയ്ക്കോളും. പ്രിയട്ടൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ഒപ്പിക്കളഞ്ഞില്ലെങ്കിൽ അത് ദാറ്റ്സ് ഓക്കെ. കാരണം പ്രിയട്ടൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ ദുർബലരായി പോയി കഴിഞ്ഞാൽ അതൊന്നും കണ്ടിട്ട് വരലണ്ട. ഞങ്ങളുടെ കണ്ണ്, അതാണ് ഞാൻ പറഞ്ഞത് ബ്രിട്ടാസ്, ഞങ്ങളെപ്പോലെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഈ രാജ്യത്തില്ല. കാരണം നിങ്ങളൊക്കെ കരയുന്നതിന് മുന്നേ മരിച്ചു കിടക്കുന്ന പട്ടാളക്കാരന്റെ മുന്നിൽ കിടന്ന് വാവിട്ട് കരയുന്ന ഞങ്ങൾ പട്ടാളക്കാരുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നല്ല സോളിഡ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് സെല്യൂട്ട് അടിച്ച് ഈ ബോഡിയും കൊണ്ടുകൊണ്ട് വരും. ഞങ്ങൾ ഒരിക്കലും കരയില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരിക്കലും ഞങ്ങളുടെ വികാരം പോലും കാരണം ഇതിപ്പം കൈവിട്ടു പോയി. കാരണം നിങ്ങൾ ക്യാമറ വെച്ചോണ്ടിരിക്കില്ല. ബിക്കോസ് പ്രിയേട്ടൻ എന്നുള്ളൊരു വ്യക്തി ഇത് പറയുന്ന സമയത്ത് എന്റെ ഗുരുനാഥന്റെ ആ 2ാമത്തെ കണ്ണ് നിറഞ്ഞു എന്ന് പറയുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, അതിനാണ് 2ാമത്തെ കണ്ണ് നിറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ പ്രിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലാലിന്റെ അടുത്തും പറഞ്ഞു കിഡ്ചക്ര ചെയ്യുന്ന സമയത്ത്, ലാലെ ഇത് ഹിറ്റായാലും ഫ്ലോപ്പായാലും എല്ലാറ്റിനും റെസ്പോൺസിബിലിറ്റി ഇവൻ്റെതാണെന്ന്. ഞാൻ ഇവനെ ഒരു സപ്പോർട്ടും ഞാൻ ചെയ്തിട്ടില്ല. പ്രിയേട്ടൻ പറഞ്ഞു, ലാലിന്റെ അടുത്തും പറഞ്ഞു. അപ്പം പിന്നീടാണ് പ്രിയേട്ടൻ ഈ പടം കണ്ടിട്ട് കരഞ്ഞത്. എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കരഞ്ഞത്. വാവിട്ട് കരയായിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നു, പ്രിയേട്ടനെ തിയേറ്ററിൽ നിന്ന് ഇറക്കിയിട്ട് ഞാൻ വണ്ടിയിലിരുത്തി ഒറ്റയ്ക്കിരുത്തി സിനിമ കാണിച്ചിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് കണ്ണാടി ഊരിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ മനുഷ്യൻ കണ്ണ് കരഞ്ഞ് കലങ്ങിയിരിക്കണം. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടന് പടം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രിയേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എവിടെ നിന്നാടാ സിനിമ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അത് ചങ്ക ഇടറിക്കൊണ്ടായിരുന്നു, നീ എവിടെ നിന്നാടാ സിനിമ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെയും കണ്ണ് പറഞ്ഞ് ഞാൻ പറഞ്ഞു, പ്രിയേട്ട ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചതാണതല്ല എന്ന് പറഞ്ഞു. ഏട്ടന് ഇഷ്ടപ്പെട്ടോന്നില്ല. എന്നെ കൊണ്ട് ഇതിൻ്റെ 10% ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഇതിൻ്റെ ഒരു 10% പോലും നിൻ്റെ അടുത്ത് ഞാൻ ഈ പടത്തിൽ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഐ എം പ്രൗഡ് ഓഫ് യു എന്ന്. അതിലറിയാതെ നമ്മൾ കരയുന്നു ബ്രിട്ടാസ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനകത്ത്, എല്ലാവരുടെ മനസ്സിനകത്ത് ഒരു മനുഷ്യത്വമുണ്ട്. സോ വെൻ ദാറ്റ് തിങ് ഇസ് ദർ, യുവർ ഐസ് വിൽ ഗെറ്റ് ഫിൽഡ്.